خير من النوم الصلاة خير من النوم الله أكبر الله أكبر لا إله إلا الله السلام عليكم ورحمة الله. السلام عليكم ورحمة الله. لا إله إلا الله 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 الله أكبر 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 الله. സൈനബാ സൈനബോ നേരം വെച്ചാകുമ്പത്തിന് കണ്ണ് കാറല്ലേ മനസ്സാ ഇജാ പുട്ട് ചുട്ടൊക്കെ ഒന്ന് കൊണ്ടൊക്കെ വലാല എന്റെ പുന്നാര മോന്ന് നീച്ചാലുണ്ടല്ലോ ഒരു തരി പുട്ട് കച്ചവടത്തിനിട്ടൂല നിസ്കാരം കഴിഞ്ഞ ആൾക്കാർ ഇപ്പടെത്തും ബാക്കിയുള്ളവർക്ക് സലാം കിട്ടിയ ഓർമ്മയുണ്ട് കച്ചവടത്തിന്റെ കാര്യമായോണ്ട് നിസ്കാരത്തിലൊന്നും ശ്രദ്ധിക്കാനും പറ്റണില്ല. അസ്സലാമലൈക്കും. വലൈക്കും സലാം. ഇതെന്താ സലാം എറിഞ്ഞിരിപ്പിച്ച? അല്ല ഇത് പത്രത്തിലല്ല പോകാം. ആ ചെറുക്കനെ കാണില്ലല്ലോ. ആ വരുന്നുണ്ട്. അല്ല പൊണ്ണങ്ങരക്കാർക്ക് ചൂടുള്ളൊരു വാർത്ത ഉണ്ടല്ലോ. നല്ല റേഡിയോനെ എന്നിട്ട് ഓഫായി കാണും. ഇങ്ങോട്ട് കേട്ടെ, ഞാൻ വായിച്ചു തരാം. അടിപിടി കേസിൽ അറസ്റ്റിൽ നിലമ്പൂർ ചന്തക്കുന്ന് ബസ് സ്റ്റാൻഡ് പരിസരത്ത് വെച്ച് ഇന്നലെ ഉണ്ടായ അടിപിടി കേസിൽ തല്ലിപ്പൊളി ജബ്ബാർ എന്ന ജബ്ബാറിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ചന്തക്കുന്നിലെ തുണി വ്യാപാരിയായ സുകുമാരൻ നായർ കടയടച്ച് വീട്ടിലേക്ക് നടന്നു പോകുമ്പോൾ പിറകിൽ നിന്ന് തലക്കടിച്ച് പരിക്കേൽപ്പിക്കുകയായിരുന്നു. അതെ, ഓൻ തന്നെ. ഇങ്ങളാണ് വായിച്ചാണി. തലക്ക് ഗുരുതരമായി പരിക്കേറ്റ സുകുമാരൻ നായരെ നിലമ്പൂർ താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇതിനു മുമ്പും പല അടിപിടി കേസിലും പ്രതിയായിരുന്നു ജബ്ബാർ. വാലൈക്കും സലാം. മുല്ലാക്ക അത് കണ്ടോളി, ജബ്ബാറിനെ പോലീസ് പിടിച്ചു. വെറുതെ നടക്കുന്നതിനൊന്നും പോലീസ് പിടിക്കൂലല്ലോ. നിങ്ങൾ വായിച്ചൊക്കെ ഞാൻ കേട്ടു. ഒന്നിനാത്രം പോകുന്ന മക്കള് ഇങ്ങനൊക്കെ ആയ തന്തിയും തള്ളി എന്താ കാട്ടുക? പടച്ചോ ഓന് നല്ല ബുദ്ധി തോന്നിക്കട്ടെ. മൊല്ലാക്ക, നിങ്ങള് ബേജാറാണ്ട, ചായ കുടിക്കും.
ഈ മൊല്ലാക്കാൻ്റെ ഒരു അവസ്ഥയെ നല്ലൊരു ആൺകുട്ടിയുള്ളത് ഇങ്ങനെ 2 പെൺകുട്ടികളിൽ ഒന്നിനെ കെട്ടിച്ചെന്നേ ഉള്ളൂ. എന്നിട്ടിപ്പോ എന്താ, ഒരു കുട്ടിയായപ്പോഴത്തേന് ഓൻ പോയില്ലേ? ഓന് തോന്നുമ്പോ ഒക്കെ ഓൻ കേറി വരും. അല്ല അപ്പൊ ഈ ജബ്ബാർ കുടുംബമൊക്കെ നോക്കാത്ത കുട്ടിയാ? ഓൻ പെരേക്ക് എന്നിട്ടൊരു കൊല്ലായി. ഓൻ മര്യാദക്കാൻ എത്ര നന്നായിനി. ഇനിയിപ്പൊ കെട്ടിക്കാൻ വേറൊന്നുണ്ടല്ലോ. ചെലവിനൊക്കെ ഐറ്റങ്ങളെന്താ കാട്ടണാവും. ഈ പള്ളിന്ന് കുട്ടണോണ്ടൊക്കെ ഒത്തുപോവോ? ഒത്തുപോയിക്കാരം എത്തപ്പ കാട്ടുക. പുള്ളിച്ചിക്കോഴി മുട്ടല്ലേ? മോളെ സാബിറ എവിടുത്തു? കുട്ടി നീച്ചല്ലേ? ഓ നീച്ചിട്ടില്ല. ഇന്നലത്തെ ആ പനീന്റെ ക്ഷീണാണെന്നാ തോന്നണ്. നല്ല ഉറക്കാണ്. എന്തേപ്പാ നിങ്ങക്കൊരു ക്ഷീണം പോലെ? ഒന്നുമില്ലമ്മ. സെലി എടുത്തു. ഓള് കോയിനെ വിടുക. സെലിയേ അന്നതാ ബാപ്പ വരുന്നു. ഇന്നത്തെ പേപ്പറിൽ ഒരു വാർത്ത ഉണ്ട്. നിങ്ങളെക്കാക്കാനെ പറ്റി. ഇക്കാക്കാക്ക് എന്താ പറ്റിയേ? ഓനൊന്നും പറ്റിയിട്ടില്ല. ഓൻ പറ്റിച്ചതാ. നിലമ്പൂർ ചന്തക്കുന്ന് അങ്ങാടിയില് തല്ലുണ്ടാക്കിയിരുന്നു. പോലീസ് പിടിച്ചിരുന്നു. പോലീസുകാർ ഇക്കാക്കാനെ തല്ലൂലേ? നിങ്ങൾ ഒന്ന് പോയി നോക്കിയാണ്. മുമ്പ് 1-2 തവണ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോ ഞാൻ പോയതാണല്ലോ. അതൊന്നും ഓൻ ഇഷ്ടപ്പെട്ടിരുന്നില്ല. നമ്മൾ കുത്തിപ്പിടിച്ച് അവിടെ എത്തുമ്പോത്തിന് ഓൻ ഇറങ്ങിയിട്ടുണ്ടാവും. പോലീസ് ജയിലിൽ നിന്നൊക്കെ പറഞ്ഞാലും ഞമ്മക്കല്ലേ ബേജാറുള്ളൂ. ഓനിപ്പോ എന്താ? ഓനെ തല്ലിക്കാനും തല്ലിച്ചിറക്കാനും ഒക്കെ ആൾക്കാരുണ്ട്. ഒന്ന് പോയി നോക്കിക്കോളി. ഇങ്ങള് വെറുതെ ബേജാറാണ്ട മക്കളെ. ഓൻ എന്തെങ്കിലും നല്ല ബുദ്ധി തോന്നി തിരിച്ചു വരും. എനിക്ക് പതിനേക്കാളിലും വലിയ സങ്കടം എൻ്റെ കാര്യത്തില്. മനാഫ് വന്നിട്ട് ഇപ്പൊ എത്ര നാളായി? ഇത്താത്തി ബാപ്പി അതും ഇതും ഓർത്ത് വെറുതെ മനസ്സ് ബേജാറാക്കല്ലേ. അല്ല, നമ്മളെന്തിനാ അല്ലെങ്കിൽ ഇതൊക്കെ ഓർത്ത് സങ്കടപ്പെടുന്നത്? പടച്ചോ വിചാരിക്കണ ഒക്കെ നടക്കും. വല്ലിപ്പച്ചി എന്തിനാ കരയണത്? എന്റെ ഉപ്പച്ചി വരാഞ്ഞിട്ടാ? അത് സാരല്ല. മോളെ, ഇവന്റെ പനി ശരിക്കും കണ്ട് വിട്ടിട്ടില്ല. ഇപ്പോഴും നല്ല ചൂടാ. ഇവൻ ആ റെയിൻ ഡോക്ടർ ഒന്നുകൂടെ കാണിക്കണം. കണ്ണം നോക്കട്ടെ. ഇനി നാവൊന്ന് കിട്ടിക്കേ. ആ നാവിട്ട്. ശ്വാസം വലിച്ചേ. വലിക്കേ. ഒന്ന് തിരിഞ്ഞിരുന്നേ. വലിക്കേ. രണ്ട് മണിക്കൂർ ഇടവിട്ട് ഞാൻ തന്ന ഗുളിക തന്നെ കൊടുക്കണം. ബാപ്പയ്ക്ക് പ്രത്യേകിച്ച് അസുഖമൊന്നുമില്ലല്ലോ? അല്ല, മനാഫിപ്പ അടുത്തെങ്ങാനും വന്നിരുന്നോ? വന്നിട്ടൊരു മാസായി. എവിടെയാന്ന് വല്ല വിവരമുണ്ടോ? ഇല്ല.
എന്നാ ശരി, ഇത് കൊടുത്താൽ മതി. ഡോക്ടറെ, ഡോക്ടറെ, ഡോക്ടറെ. എന്താ കോയെ പ്രശ്നം? ഡോക്ടറെ, കോമു പിന്നെയും പണി പറ്റിച്ചു എന്നാ തോന്നണേ. നമ്മുടെ കോമു വീണ്ടും ആത്മഹത്യ ചെയ്യാൻ നോക്കിയോ? ഞാൻ അങ്ങോട്ട് വരാം. അല്ല ഡോക്ടറെ, തീർന്നോ? ഒരനക്കവും കാണണില്ല. പോകുമല്ലേ, അത്ര പെട്ടെന്നൊന്നും തീരില്ല. ആത്മഹത്യ പറ്റിക്കൽ തുടങ്ങിയിട്ട് കാലം കുറെ ആയല്ലോ. മൊല്ലാക്കാനെ വിളിക്കണ്ടേ? കബർ കുത്തണ്ടേ? എന്താ കോമു, ഇനിയും നിർത്താറായില്ലേ ഈ തൂങ്ങിച്ചാവലും വിഷം കുടിക്കലും ഒക്കെ? ഓലക്കൊണ്ടല്ലോ ഓളെ 3-4 അടി ഞാൻ ഈ പെരടി കൊണ്ട് തർത്ത്. ഓളോ? ആര്? ഇഞ്ച പെണ്ണുങ്ങളെ. ഓളേത്ത് നിനക്ക് കിട്ടിയില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. അല്ല, അതും ശരിയാണ്. അല്ല, എന്നാലും നമുക്ക് ക്ഷമിക്കാൻ പറ്റാത്ത എന്തേ ഉണ്ടായേ? അങ്ങനെ ചോദിക്ക്. ഒരു പേപ്പർ വായിച്ചാ ഓളിങ്ങനെ കാട്ടിയത്. പത്രം വായിച്ചിനു? അതെന്തായാലും ഉണ്ടാവില്ല, കാരണം എനക്ക് പേപ്പർ വായിച്ചാൻ അറിയില്ലോ. ഞാനല്ല, എന്റെ പെണ്ണുങ്ങളാ വായിച്ചത്. നജ്ജൊന്ന് പെട്ടെന്ന് പറഞ്ഞു വലത്തേക്ക. എവിടെയോ ഒരാൾ ഒരു സൈക്കിൾ വേണ്ടിട്ട് ഓന്റെ പെണ്ണുങ്ങളെ വിറ്റോലോ. എന്നിട്ട് ഓൾ ഇന്നോടൊരു ചോദ്യം, ഇങ്ങനാണെങ്കിൽ അതിനെന്താ മറുപടി പറഞ്ഞത്? ഞാൻ അങ്ങനെ കാട്ടൂലെന്ന് പറഞ്ഞു. പിന്നെ എന്താ പ്രശ്നം തന്നെ ഒലക്കൊണ്ട് കുത്താന്? ഇത് തിടക്കം കാട്ടല്ലേ ചങ്ങായി. ഞാൻ പറയട്ടെ, മിനിമം ഒരു സ്കൂട്ടറെങ്കിലും കിട്ടാതെ ഞാൻ നിന്നെ കൊടുക്കില്ല. അത് പറഞ്ഞത് ഓർമ്മയുണ്ട്. പിന്നെ ഈ പരുവത്തിലായി. പിന്നെ ഓളൊരു കാര്യം കൂടി ചെയ്തു. അത് കേൾക്കണം നിങ്ങൾക്ക്. എന്റെ തുണി കുപ്പ എടുത്തൊരു ഒറ്റേറം. അപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി, ഓക്ക് നല്ല ആരോഗ്യം തന്നെ. അല്ല, ഒരു തുണി കുപ്പ എടുത്തറിയപ്പോ എത്ര ആരോഗ്യം വേണോ? അതിൻ്റെ ഉള്ളിൽ ഞാൻ ഉണ്ടായിരുന്നു. ഓളോട് പ്രതികാരം ചെയ്യാനാ ഞാൻ തൂങ്ങാൻ പോയത്. എന്നാ ഓളെ പോലീസ് പിടിച്ചോലോ. അതിപ്പോ ഇങ്ങനെയായി. ഈ കോമുവിനെ രക്ഷിക്കാൻ പോയ എന്നെ ചവിട്ടാനാളായിട്ടാ. അതിനിപ്പോ ഇനി ആളില്ലായിട്ട് വിഷമിച്ചേണ്ട. അത് നിങ്ങൾ എന്തിനാ വഴക്കുണ്ടാക്കണ്? അത് നമ്മുടെ കോമു അല്ലേ? ഒന്നാണ് തന്നാ കാണണ്ടല്ല. അല്ല കോയെ, പൊന്നാങ്കരയിലേക്ക് വീണ്ടും കോഴി വേണ്ടി വന്ന് തുടങ്ങിയാലോ? അപ്പുസ്മാനെ കോയിക്കാതന്റെ പിരാന്ത് മാറിയേച്ച് അറിഞ്ഞില്ലേ? അപ്പൊ ശരിക്കും ഒരു പിരാന്ത് തന്നെ. പിരാന്ത് എന്ന് വെച്ചാ ഒരു തരം പിരാന്ത്. എന്തൊക്കെയോ ചികിത്സ നടത്തി. ഇപ്പൊ പണ്ടത്തെ കണ ക്ലിയർ ആണോന്. ആ സുഗുണ, ഒന്ന് നിക്കുവോ? അല്ല സുഗുണ, എങ്ങട്ടാ ഈ കോഴിക്കളെ? ഇത് നമ്മളെ കോഴിക്കാതറിന്റെ അടിയേക്കാണ്. അപ്പൊ കോഴിക്കാതിന്റെ പിരാന്തൊക്കെ മാറിയോ? മാറിയിട്ടില്ലേ? ഇജ്ജ് പേടിച്ചെങ്കിൽ ഞാൻ വെറുതെ തമാശ പറഞ്ഞതാ. പണ്ട് ഞാൻ കോഴി കണ്ടെന്നപ്പോ ഓന് കോഴി വെട്ടാൻ ഒരാൾ വേണമെന്നാ. നിങ്ങൾക്ക് ഏതായാലും പണിയൊന്നുമില്ലല്ലോ. അത് ശരി. എന്നിട്ട് വേണം എനക്ക് ഓനക്കോടും കജ്ജും കാലും പെട്ടിച്ചല്ലേ ഇജ്ജ് കുട്ടോ. ഞാൻ ബേക്കല് വരാം. ഞാൻ പോയാ കേട്ടോ. ചിക്കൻ കുനിയ പറഞ്ഞ നാട്ടുകാരെ വിചാരം കോയിനെ കൊണ്ടാന്ന. വിവരം വേണ്ട. നേരം വെളുത്തിന് ശേഷം ആകെ ഒരു കോഴിയാ വിറ്റ്. അല്ല കാതിരിക്ക, നിങ്ങളെ പില കണ്ടി ബീരാനല്ലേ, പില എവിടെ പോയി? ഞാൻ 2 ആഴ്ച പിരാന്തായി ഇവിടെ കടന്നപ്പോളേ ഈ നാട്ടിലെ ഏതോ ഇന്നെക്കാട്ടും പിരാന്തുള്ള കുട്ടികൾ ചെയ്ത പണിയാണ്. അനക്ക് ബൈക്കോക്കി ഒന്ന് മാറ്റിക്കളാ. ആരീ കണ്ടി ബീരാൻ? എത്താണാജി പറഞ്ഞു? കണ്ടി ബീരാനോ? പില കണ്ടി ബീരാനാജി ഈ കോയിക്കാദറിന്റെ വാപ്പ. പണ്ട് അജ്ജിന് പോയപ്പോ മക്കത്തുനിന്ന് ഭരിച്ച മാപ്പാന്റെ ഓർമ്മക്കും വേണ്ടി ഈ മകൻ തുടങ്ങിയതാ ഈ ചിക്കൻ സ്റ്റാള്. പില കണ്ടി ബീരാൻ മെമ്മോറിയൽ ചിക്കൻ സ്റ്റാൾ. അല്ല കാതിരിക്ക, മരുന്നൊക്കെ ശരിക്കും കുടിക്കുന്നുണ്ടല്ലേ? എന്താ നമുക്ക് സംശയം ഉണ്ടോ? എന്റെ പിരാന്ത് മാറിയിട്ടില്ലെന്ന് എനിക്ക് തോന്നുന്നുണ്ടോ? അല്ല, ചെറിയൊരു സംശയം. എനിക്കല്ല, നമ്മുടെ തിരുപ്പം കോയക്ക. തിരുപ്പം കോയക്ക അങ്ങനെ സംശയം ഉണ്ട്. അനക്ക് എങ്ങനെയാ മനസ്സിലായത്? ഞാൻ അങ്ങോട്ട് വരുന്ന വഴിക്ക് കോയ പറഞ്ഞതാ. ആളിന്റെ പിന്നാലുണ്ട്. എന്നിട്ട് ബേർട്ടോണ്. ഞാൻ പോവാ കാതിരിക്ക. മാറിയിട്ടില്ല.
പിരാന്ത് ശരിക്ക് മാറിയിട്ടില്ലാന്ന് മനസ്സിലായി. സുഗുണാ രക്ഷപ്പെട്ടൂലേ? ഇതിന്റെ പിരാന്ത് അളക്കാൻ വേണ്ടി വന്നാ പൊന്നാര കാതറേ, അന്റെ പിരാന്ത് അളക്കാൻ വന്നാലേ ഇച്ചിന്റെ കുട്ടിയാക്ക് അരിയാക്കാൻ വല്ല പണിയും കിട്ടുമോ നോക്കാൻ വേണ്ടി വന്നതാ. ഹാ എന്നാ എനിക്ക് പറ്റിയ പണി നമ്മളെടുത്തുണ്ട്. അത് ഇജ്ജ് എന്നെ എടുക്കും വേണം. ആ കോയിന്റെ വേസ്റ്റ് ഒക്കെ പാടേ ഒരു ചാക്കിലാക്കി ആ മെയിൻ റോഡുമേ കൊണ്ടുപോയാണ്ട് ഇട്ടളാ. വല്ല വണ്ടിയും കാറൊക്കെ വന്നുകാണ്ടേ അത് തേഞ്ഞ പോയിക്കോളും. അല്ലാതെ ഇതൊക്കെ പാടെ കുഴിച്ചിടാ ഇന്റെ തൊടുവിലൂടെ മണ്ണ്. അപ്പൊ നാട്ടുകാരെ അടിയൊക്കെ ഞാൻ ഇഞ്ഞും കൊള്ളണല്ലേ? അതിനിപ്പോ ഇജ്ജ് എവിടെ നാട്ടുകാരെ അടിയുള്ള നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ. ഇനി വല്ലതും കിട്ടിക്കണമെങ്കിൽ ഇജ്ജാണ് വാങ്ങി പോന്നളാ. ആ എന്താടാ കൊച്ചനെ സഞ്ചിയും കുപ്പിയൊക്കെ ആയിട്ട്? കുറച്ച് സാധനങ്ങൾ വേണമെന്ന് ഉമ്മച്ചി പറഞ്ഞിട്ടുണ്ട്. ഇതാ ചീട്ട്. ചീട്ടും മണ്ണാങ്കട്ടി ഒന്നും വേണ്ട. കാശുണ്ടോ കയ്യില്? ഇതിന്റെ മുമ്പിലത്തെ പൈസ തന്നെ കുറച്ചുകൂടെ തരാനുണ്ട്. 556 രൂപ 50 പൈസ. അത് തീർത്തിട്ട് മതി മോനെ അടുത്ത പറ്റ്. വിട്ടോ. 2 ദിവസം കഴിഞ്ഞാൽ വല്ലിപ്പച്ചിക്ക് പള്ളിക്കന്ന് ശമ്പളം കിട്ടുമ്പോ തരാന്ന് ഉമ്മച്ചി പറഞ്ഞിട്ടുണ്ട്. എന്നാ മോനൊരു കാര്യം ചെയ്, വല്യപ്പച്ചിക്ക് പള്ളിന്ന് ശമ്പളം കിട്ടിയിട്ട് വാങ്ങിച്ചാ മതി കേട്ടോ. വിട്ടോ. ഇവർക്കൊക്കെ ചെലവിന് കൊടുക്കാൻ കർത്താവോ? വല്ല കാര്യം ഉണ്ടെങ്കിലും തിരക്കേടില്ല. തെണ്ടികള്. വർഗീസേട്ടാ, നിങ്ങൾ ഇത്ര കണ്ണുചോറില്ലാത്തവനായല്ലോ. നിങ്ങൾക്കുമില്ലേ കുടുംബവും കുട്ടികളും ഒക്കെ? നിങ്ങളുടെ സംസാരം കേട്ടോണ്ടാ ഞാൻ വന്നത്. അത് കേട്ട് തലയാട്ടിച്ചിരിക്കാൻ ഇവിടെ ചില ഇരുകാലി മൃഗങ്ങൾ വേറെയും. ഡോക്ടർ ഈ കേസിന് എന്റെ പക്കിട്ട് കയറുന്ന എന്തിനാ? നിങ്ങളെ ഞാൻ നോവിച്ചപ്പോ നിങ്ങൾക്ക് നൊന്തുമല്ലേ? എന്നാൽ ഈ കുട്ടിയുടെ മനസ്സിനെ വേദനിപ്പിച്ചപ്പോ പ്രതികരിക്കാൻ പോലും കഴിയാതെ അവൻ എത്ര വേദനിച്ചിട്ടുണ്ടാവും. അത് മനസ്സിലാക്കണമെങ്കിൽ മനസാക്ഷി എന്നൊരു സാധനം വേണം. അത് പലചരക്കടയിൽ വാങ്ങാൻ കിട്ടില്ല. ഇപ്പോ ഇവന് വേണ്ട സാധനങ്ങൾ കൊടുക്കുക, അതിന്റെ കാശ് ഞാൻ തരും. ഓക്കെ. ഒന്നെങ്കിൽ ഈ ചെറുക്കന്റെ തള്ളയാവും നോട്ടയിട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ ആ ഭൂലോകരമ്പേ. അല്ലാതെ മനുഷ്യപ്പറ്റി കാണിക്കാൻ കയ്യിലെ കാശ് കൊണ്ടൊരു ചെലവാക്കുവോ? വർഗീസ് സാധനങ്ങളൊന്നും തരൂല എന്നാ ഞാൻ കരുതിയത്. ഓനെ നല്ല ബുദ്ധി തോന്നി തുടങ്ങിയോ? വല്ലിപ്പച്ചേ, ആ മൊരടൻ വർഗീസേട്ടനെ കളിയാക്കി തിരിച്ചു വിടുക ചെയ്തത്. പിന്നെ നമ്മളെ റഹീം ഡോക്ടറാ എനിക്കിതൊക്കെ വാങ്ങി തന്നത്. അപ്പളാ എന്റെ സങ്കടം നിന്നത്. വല്യപ്പച്ചിന്റെ കുട്ടി വിഷമിക്കണ്ടട്ടോ, അതൊക്കെ പടച്ചോൻ കാണും. എന്നാലും പടച്ചോൻ റഹീം ഡോക്ടർ രൂപത്തില് അന്നെ സഹായിച്ചില്ലേ, വേറെ ഏതെങ്കിലും രൂപത്തില് അന്നെ കളിയാക്കൊരു ശിക്ഷിക്കുകയും ചെയ്യും. മനസ്സ് വിഷമിക്കണ്ടട്ടോ. ആ ഡോക്ടർക്ക് ഇപ്പോൾ കുറേ കാശ് കൊടുക്കാണ്ട്. ഹാഷിമിൻ്റെ പനീൻ്റെ മരുന്ന്, പൊന്നാനീത്ത അമ്മായി മരിച്ചപ്പോൾ നമ്മൾ പോവാൻ നേരത്ത് വണ്ടിക്കൂലി ഇല്ലാന്നറിഞ്ഞ് 100 ഉറുപ്പ്യ തന്നത്. ഉപ്പാൻ്റെ പല പ്രാവശ്യത്തെ മരുന്നിൻ്റെ കാശ് അയാൾ നല്ല മനസ്സോടെ തന്ന് സഹായിക്കണതാണെങ്കിലും നമ്മളത് തിരിച്ചു കൊടുക്കണ്ടല്ലേ? മറ്റൊന്ന് എന്റെ പള്ളിക്കത്തെ ശമ്പളക്കായി കിട്ടുമ്പോ അതിന് നുള്ളി ഓരിയേക്കാൻ കുറെ പ്രശ്നങ്ങളുണ്ടെങ്കിലും റഹീമിന്റെ മുഴുവൻ നമുക്ക് കൊടുക്കണം. അതിന്റെ ശേഷം വേണം സെലീന കിടക്കുണ്ടാവണ ആ ചെന്നിക്കുത്തിനെ ഒന്ന് കാട്ടാം. മോളെ സെലിയേ, മോളെ അനക്കിപ്പോഴും അധികം ഉണ്ടാകണ്ടോ ആ തലവേദന? കൂടുതലൊന്നുമില്ലെങ്കിലും ഇടയ്ക്കൊക്കെ ഉണ്ടാവാറുണ്ട് ഉപ്പാ. ഉപ്പാന്റെ കുട്ടി വിഷമിക്കാം, നമുക്ക് ഉടനെ കാണിക്കട്ടോ. അൽഹംദുലില്ലാ. എന്ത് കുയിലത്, ഐശ്വാട്ട വരുന്നു. മർഹബ മർഹബ, തുർക്കപ്പന്റെ മഹർബ,
പത്തുകൊട്ട ചോറ് തിന്ന പെണ്ണെ മർഹബ. അല്ലോ അല്ലാ ജമ്മോ എന്തൊരു തണുപ്പാണ്. അല്ല കുളിക്കാതെ കുളിച്ചപ്പോ ഒരു സുഖം. അല്ല ഈ മീനുകൾക്കൊന്നും ഉസുറും പുളിയില്ല. അടങ്ങി നിന്നിട്ടേക്കൊന്നും ചിലത് എവിടത്തേക്കാത്ത മീനാവും. ഉപഹാരല്ല, കുട്ടന്റെ കഥ കഴിഞ്ഞു. പടച്ചോനെ അറിയിക്കേണ്ടവരോടൊക്കെ ഇപ്പൊ തന്നെ അറിയിക്കണം, ഇല്ലെങ്കിൽ ആകെ പ്രശ്നമാണ്. നമ്മളാണ് ഏക ദൃശാശി. ഈ കഴിഞ്ഞൊരു ഭാഗ്യം ഉണ്ടായല്ലോ. പടച്ചോനെ എങ്ങനെ ഇപ്പൊ ആളൊക്കെ ഇത് വിളിച്ചറിയിക്കാം. ഈ ശരീരമാണെങ്കിൽ ഫയർഫോഴ്സിന് പോലും താങ്ങാൻ പറ്റൂല. പടച്ചോനെ എന്തൊക്കെ നമ്മൾ ചെയ്യുക, നമ്മൾ കലാശിനെ വിളിക്കേണ്ടി വരും. നാട്ടുകാരെ ഓടി വന്നോളി. എടാ ഉസ്മാനെ, എടാ ചങ്ങാഴ്ചൊന്നും അറിഞ്ഞില്ലേ? എടാ ചങ്ങായി ഇജ്ജ് അറിഞ്ഞില്ലേ? അല്ല നിങ്ങൾ ആരും ഒന്നും അറിഞ്ഞില്ലേ? നമ്മൾ ആസാരിക്കുട്ടൻ പുഴ ചാടി ചത്തു. എത്ര കോമ്പോ ജി പറയണത്? കുട്ടനല്ലേ ഇപ്പൊ ഞങ്ങളെ മുമ്പ് കൂടി അത് തന്നെ. അത് കഴിഞ്ഞ് ഓടി വന്ന് പുഴ ചാടി ആത്മഹത്യ ചെയ്തു. ഈ കോമി 2 കണ്ണോട് കണ്ട പടച്ചറപ്പേ പുഴ പോയോക്കി. ഇതിപ്പോ ഞാനെ സൈക്കിളാണാവോ? എന്തായാലും കടവത്ത് പോയിരാ. തിരുപ്പനും കൂട്ടുകാരല്ല വരുന്നത്. ആ എന്തെങ്കിലും കുത്തിത്തിരിപ്പ് ഉണ്ടാവും. അല്ല കുട്ടനല്ലേ മരിച്ചു പറഞ്ഞ് ഓനതാ മല പോലെ നിക്കണ്. അല്ല കുട്ടാ ഇജ്ജല്ലേ പൊയ്യ ചാടി ചത്തു പറഞ്ഞ് എന്തെത്താപ്പ അത് കഥ? തന്തയില്ലാത്തവനാടാ ജീവിച്ചിരിക്കണ എന്നെ കുറിച്ച് ചത്തു എന്ന് പറഞ്ഞു വരുത്തിയത്. അത് ആരാന്ന് ചോദിക്കണോ? നമ്മളെ കോമ തന്നെ. അവനെ ഞാൻ വെച്ചേക്കില്ല. നിങ്ങളോനെ വെക്കേ വെക്കാതൊക്കെ എന്തെത്തു വേണേലും ചെയ്തോളി. പക്ഷെ എന്തെങ്കിലും ഒന്നില്ലാതെ ഓനിപ്പോ അത് പറയില്ലോ. അത് കോയ പറഞ്ഞതാ ശരി. ഒന്ന് പറഞ്ഞു മാറേ. ആക്ച്വലി ഈ ആത്മഹത്യ ചെയ്ത മിസ്റ്റർ കുട്ടന് എത്ര വയസ്സുണ്ടായിരുന്നു? ഞാനാ മരിച്ച കുട്ടൻ. തനിക്കിപ്പോ എന്താ അറിയണത്? എന്റെ വയസ്സോ? അതെ. അയ്യോ, ഗ്രാമങ്ങളുടെ ഹൃദയത്തുടിപ്പ് അറിയാൻ എന്ന പങ്ക്തി തയ്യാറാക്കാനാ ഈ ഗ്രാമത്തിലെത്തിയത്. ചൂടോടെ ഒരു ആത്മഹത്യക്കുറിപ്പ് എഴുതാലെന്ന് വിചാരിച്ച് റിപ്പോർട്ട് ചെയ്യാൻ വന്നതാ. അടി കിട്ടിയത് മെച്ചം. ഇനി ആർക്കാടാ ഈ ആശാരിക്കുട്ടൻ ചത്തോ ജീവിച്ചോന്ന് അറിയേണ്ടത്? ഞാൻ 10-15 പ്രാവശ്യമായി പഞ്ചായത്തിൽ ഒരു കക്കൂസ് വാസാൻ വേണ്ടി അപേക്ഷ കൊടുത്തിട്ട് കിട്ടിയിട്ടില്ല. 2 ദിവസമായിട്ട് വയറ്റിനകത്ത് വല്ലാത്തൊരു വിമിഷ്ടം. കുളിയും നനയും വയറ്റിനൊരു വിമിഷ്ടം ഒരുമിച്ച് അങ്ങോട്ട് തീർക്കാൻ എഴുതിയിട്ടാ ഈ പുഴയില് വന്ന് ചാടിയത്. ആ മണ്ടൻ കോമ കണ്ട കാരണാണ് ഇപ്പൊ നിങ്ങൾ എന്റെ 16 അടിയന്തരം ഉണ്ണാൻ വേണ്ടി ഇങ്ങോട്ട് വന്നത്. കാള പറ്റൂന്ന് കേൾക്കുമ്പോ കയറെടുക്കുന്ന തെണ്ടികൾ. കോം എവിടെയാണ് കോമോ? ഇജറിഞ്ഞില്ലേ നമ്മൾ ആസാരിക്കുട്ടൻ പോയി ചാടി ആത്മഹത്യ ചെയ്തത്? ഞാൻ ചെന്നപ്പോ ഓനെ പോസ്റ്റ്മോർട്ടത്തിനുണ്ടേക്കണ്. കുഞ്ഞാപ്പാക്കോ നിങ്ങൾ മക്കത്തൊക്കെ ഈത്തപ്പഴം കാറ്റല്ലേ? ഞാൻ അതിലോട്ട് വരാം. അതന്നെ കണ്ട ഇന്നെക്കാളും വിവരം കാട്ടങ്ങക്കാണല്ലോ എന്നോർത്ത് പറഞ്ഞതാ. ആസാരിക്കുട്ടൻ പുഴ ചാടി ചത്തത് പടച്ച റബ്ബ് കഴിഞ്ഞാൽ ആദ്യമായിട്ട് കണ്ടത് ഈ കോമാണ്. അത് ശരി, ഇജാണല്ലോ ആദ്യം കണ്ട്. പിന്നെ പോലീസ് വരുമ്പോ പറയാലോ ഇജാണ് ആദ്യം കണ്ടത്. അതിന് ഞാനൊന്നും ചെയ്തിട്ടില്ലല്ലോ. ഞാൻ കുളിച്ചു പോന്നപ്പോ കണ്ടുന്നുള്ളു. ഓൻ ആത്മഹത്യ ചെയ്യാൻ കൊറേ കാരണം. ഓന്റെ പൊന്നാര മകൻ രമേശാണ് പ്രധാന കാരണക്കാരൻ. ഓന്റെ തല തിരിഞ്ഞ പോക്കില് കുട്ടനാകെ. രമേശിന്റെ അടുത്ത് എന്ത് കുഴപ്പമായി കണ്ടേ? ഓന്റെ അടുത്തപ്പോ കുഴപ്പമില്ല. നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. നമ്മളെ മരക്കാരും കൂട്ടരും പണ്ട് നിലമ്പൂർ പോർച്ചിന്ന് കട്ട തേക്കുമാരൊക്കെ പണിയെടുത്ത് കൊടുത്തത് ഈ രമേശന. അയിമ ചുറ്റിപ്പറ്റി കേസും കൊണ്ടാൻ വേണ്ടി ഇപ്പോഴുണ്ടെന്നേ. എത്ര വെച്ചിട്ടാ കുട്ടൻ സഹിക്ക? ഓനായോണ്ടല്ലേ ഞാനച്ച 50 പൊന്നാങ്കര പഞ്ചായത്തിന്റെ കണ്ണിലുണ്ണിയായ പഞ്ചായത്ത് പ്രസിഡന്റ് നമ്മളെ തീർപ്പണല്ല വരുന്നത്. ബാക്കി കാര്യം ഓൻ്റെ അടുത്ത് കിട്ടും. എന്തപ്പത്? ഇജ്ജി ആത്മഹത്യ ചെയ്യേണ്ടി വരൂല. ഇജ്ജ് മരിച്ചു പറഞ്ഞ കുട്ടന്റെ ജീവനോട് കണ്ട് വരുന്നേ. ഇനി എന്റെ കഥ എടുക്കാല്ല.
ഒരു സ്ട്രോങ് ചായ വെള്ളം നീട്ടിട്ട് തന്നാട്ടെ. എനിക്കൊരു ലൈറ്റ് ഓപ്പൺ ചായ. ഓരോരോ ചായ പറഞ്ഞ് ഇദ്ദേഹത്തെ ബുദ്ധിമുട്ടാക്കരുത്. എനിക്കൊരു മീഡിയൻ SP ടി. ഇതിൻ്റെ ഉള്ളിൽ കൂടെ വരുന്നതൊക്കെയാണ് വരും. ചായപ്പൊടിക്കൊക്കെ ഇപ്പൊ എന്താ വില? ഇല്ലേ ഇപ്പൊ ഞമ്മക്കുമാണ് ആരെങ്കിലും ഒക്കെ വെറുതെ മേടിച്ചത്. അത് കുഞ്ഞാപ്പൊക്കെ ആരെ കൊള്ളിച്ചാ പറഞ്ഞത്? ഇജി മനസ്സിലായിക്കൊണ്ട് എന്നോട് ചോദിക്കാൻ നിൽക്കരുത്. ആ റെയിൻ ഡോക്ടറെ കുറിച്ച് തന്നെ ഞാൻ ഈ പറഞ്ഞത്. ഇപ്പം കുഞ്ഞാപ്പാക്കാ പറഞ്ഞത് ശരിയാ. ചിലർക്കൊക്കെ വെറുതെ ചായപ്പൊടിയും പഞ്ചസാരയും കാശില്ലാതെ ഈ പൊന്നാങ്കരെ കിട്ടുന്നുണ്ട്. കൊടുക്കുന്നതോ നമ്മുടെ മഹാനായ റഹീം ഡോക്ടർ. എന്നാ മുകിലായാൾ എന്നോട് കാണിച്ചത്. ആ മൊല്ലാക്കായുടെ പീക്കിരി ചെറുക്കന് വേണ്ടി. അവർക്കതിന് പഞ്ചസാരയും ചായപ്പൊടിയും മാത്രമൊന്നല്ല ഫ്രീ. ഒരാൾക്ക് മറ്റൊരാളെ സഹായിക്കാൻ പ്രത്യേകിച്ച് ലൈസൻസ് ഒന്നും വേണ്ട. മാത്രവുമല്ല മറ്റുള്ളവരുടെ ബുദ്ധിമുട്ട് ഉൾക്കൊള്ളാനുള്ള ഒരു വലിയ മനസ്സുണ്ടായാൽ മതി. അതെങ്ങനെ ഈ മനസാക്ഷിയില്ലാത്ത നിങ്ങൾക്കൊക്കെ അത് പറഞ്ഞാ മനസ്സിലാവൂ. ഉസ്മാനെ, നീ ചിരിക്കൊന്നും വേണ്ട. നിനക്കൂടി മനസ്സിലാവാനാ ഞാൻ ഈ പറഞ്ഞത്. ലോകത്തിന്റെ പല ഭാഗത്തും കിടന്ന് പലവിധ ബുദ്ധിമുട്ടുകളും അനുഭവിച്ച മനുഷ്യരെ കുറിച്ച് ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട്. അതിനൊക്കെ വേദനിക്കാറുണ്ട്. വേദനിക്കാനല്ലാതെ വേറെന്ത് ചെയ്യാനാ കഴിയാ? എന്നാൽ സ്വന്തം കൺമുന്നിൽ കാണുമ്പോൾ അത് കണ്ടില്ലെന്ന് നടിക്കാൻ എനിക്ക് കഴിയില്ല. അതിന് ഞാൻ എന്നെ കൊണ്ട് കഴിയുന്ന സഹായം ചെയ്യും. അതിന്റെ പേരിൽ നിറം പിടിപ്പിച്ച കഥകൾ ഉണ്ടാക്കുകയും മനുഷ്യന്റെ ഇറച്ചി നിന്ന് ശീലമാക്കുകയും ചെയ്ത നിങ്ങളെപ്പോലുള്ളവർ എനിക്കൊരു തടസ്സമല്ല. അല്ല, ചായ കുടിക്കാൻ തന്നെ അങ്ങോട്ട് വന്നത്. പക്ഷേ ഇവിടെ വന്നപ്പോ വയറ് നിറഞ്ഞു. എത്തപ്പ എല്ലാരും അടിയെടുത്ത് വടിയെടുത്ത് അടി തുടങ്ങിയ മാതിരി. അല്ല, ആരപ്പതി നമ്മളെ കാതുറോ? അല്ലടാ, അന്റെ ഫാദർ. അല്ലപ്പോ എന്താ നിങ്ങളെ വിഷമം? ഞാൻ കരുതി ഇച്ച് മാത്രമേ ഉള്ളൂ വിഷമം. അല്ല കാതറേ, അനക്കിപ്പത്ത അത്ര വിഷമം? അനക്കറിയില്ലേ, അടുത്ത ഞായറാഴ്ച അല്ലേ കാസിമാജിന്റെ മകന്റെ കല്യാണം. അതെന്തായാലും വലിയ പരിപാടി തന്നെ ഇക്കാരം. കോയിന്റെ ഓർഡർ എനിക്കാന്നാ ഞാൻ കരുതിയേ. എവിടെ 3-4 കിൻഡൽ കോയി പൊള്ളാച്ചിന്ന് കൊണ്ടുവരണം പോലെ. 3-4 ദിവസത്തെ പരിപാടികളാണ്. കണ്ണൂർക്കാരെ ഗാനമേളൊക്കെ വരണുണ്ട്. കോഴിക്കോട്ടുകാരെ ദഫുമുട്ടും ഒപ്പനയും. ആകെ ജഗ പുക. പട്ടാമ്പിയിലെ പൂത്ത പൈസക്കാരന്റെ മാളാ. അല്ല, ഞമ്മളെ പുതിയാപ്പള ചേർക്കപ്പ ഗൾഫിലല്ലേ, എന്നപ്പോ വരുന്നേ? അതിനിപ്പ എന്താ, ഞമ്മക്കല്ലേ ഗൾഫ് പോകാത്ര മല്ലുള്ളൂ. ഓൾക്ക് ഗൾഫിക്ക് പോകാനും വരാനൊക്കെ നിലമ്പൂർക്ക് കൂടെ മാതിരിയാ. കാസിംബായിയുടെ രണ്ടാമത്തെ മകനുണ്ടല്ലോ, ആ കോളേജ് കുമാരൻ, അവനെ കൂടി ഈ കൂട്ടത്തിൽ കല്യാണം കഴിപ്പിക്കണായിരുന്നു. എന്നാ നമ്മുടെ പെൺപിള്ളേർക്ക് നേരെ ചൊവ്വേ നടക്കാമായിരുന്നു. ഓനെ കൊണ്ട് ഈ നാട്ടുകാർക്കൊരു കോലുണ്ടല്ലോ. പഞ്ചായത്തിൽ ആളില്ലെങ്കിൽ ഓൻ നേരം പോലത്തെ അടിച്ചു വരുന്നുണ്ടല്ലോ. ആ കോലത്തിലാ ഓന്റെ പാന്റ്. ഐദ്രൂസേ, ഇവിടെ നിന്ന് വന്ന കോഴിക്കാതറിനെ കണ്ടിരുന്നു. ഓനാ വക്കാനിലുണ്ട്. എന്നാ ഞാൻ അവനെ വിളിക്കണെന്ന് പറയും. കാതറേ, കാസിമോജി വന്നിക്കണ്. അന്നെ കാണാന്ന് പറഞ്ഞിക്കണ്. 100 ആയുസ സ്വത്തും മുതൽ 100 ആയുസും. അല്ലെങ്കിൽ തന്നെ ദുഷ്ടന്മാരെ പന പോലെ വളർത്തുന്നാണല്ലോ പ്രമാണം. കാതറേ, ഈ 3-4 ആളെയും കൂട്ടി വീട്ടിൽ കാണുവാ. കോയിന്റെ കാര്യം തീരുമാനിക്കാനാ. പൊള്ളാച്ചിന്നാ കോഴി വരുത്തുന്നത്. അത് വെട്ടലും നന്നാക്കലൊക്കെ അൻ്റെ ആൾക്കാരെയും പണിയാ. പിന്നെ കല്യാണത്തിന്റെ കാര്യമൊക്കെ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവൂലല്ലേ? അസ്സലാമലൈക്കും. വലൈക്കുസ്സലാം. മൊല്ലാക്ക, കല്യാണക്കാരൊക്കെ അറിഞ്ഞിട്ടുണ്ടാവൂലേ? കല്യാണത്തിന്റെ കാര്യമാകുമ്പോ നാട്ടുകാർ പറഞ്ഞറിഞ്ഞാ മതിയോ കാസിമേ? കാര്യസ്ഥൻ ഐദറൂസിനെ
എല്ലാവരോടും കല്യാണം പറയാൻ കല്യാണക്കത്തായിട്ട് ഞാൻ പറഞ്ഞു വച്ചിരുന്നല്ലോ. പിന്നെ ഞാൻ നേരിട്ട് പറയാൻ VIP കളാരും ഈ പൊന്നാങ്കരയിൽ ഉണ്ടായിട്ട് വേണ്ടേ? നാട്ടുകാർക്ക് ഇതന്നെ വലിയൊരു നാളാ. എന്താ കാസിമേ ഇജ്ജ് പടച്ചോനെ മറന്നുകൊണ്ട് ആൾക്കാരെ പരിഹസിക്കണ വർത്താനം പറഞ്ഞത്? ഞാൻ പറഞ്ഞ സത്യം തന്നെയാണ് മല്ലാക്ക. ഞാൻ നേരിട്ട് പറഞ്ഞിട്ടില്ല എന്ന് കരുതി എന്റെ മകന്റെ കല്യാണത്തിന് വരാതിരിക്കാൻ ഈ പൊന്നാങ്കരയിൽ ഏത് സുജായ ഉള്ളത്? ഞാൻ വരൂല കാസിമേ. അതിനെന്താ കാരണം നിനക്കറിയോ? ഈ നേരിട്ട് ക്ഷണിക്കാത്തോണ്ടല്ല. എന്റെ വീട്ടിൽ വന്ന് ഒരു പിടി ചോറ് തിന്നാല് അത് പടച്ചോൻ പൊറുക്കൂല. അത്രക്ക് ഹറാമാണത്. എന്ത് തോന്നിയ സംഗതി പറയണേ? എന്റെ മകനെ കൊണ്ട് ഞാൻ ശ്രീധരം കൂടി വാങ്ങിപ്പിക്കണില്ല. ഒന്നും വാങ്ങണ്ടല്ലോ. അങ്ങനത്തെ പൂത്ത് കാശുള്ളോടത്തുനല്ലേ കെട്ടണത്. പോരാത്ത ആർഭാടോ ആഘോഷങ്ങളൊക്കെ വേറെ. എല്ലാ വെള്ളിയാഴ്ചയും മിമ്പർമ കയറി ആർഭാട കല്യാണത്തിനും ആഘോഷത്തിനും പ്രസംഗിക്കുന്ന അതേ മുസ്ലിയാക്കന്മാര് തന്നെ നിങ്ങളെപ്പോലുള്ള പൂത്ത കാശുള്ളോടത്ത് തിന്നുപോരും. ആ പണിക്ക് കുഞ്ഞുമുതിരെ കിട്ടില്ലെന്ന് ഞാൻ പറഞ്ഞോളൂ. നിങ്ങൾക്ക് അസൂയാണ് മല്ലാക്ക, പണക്കാരോടുള്ള കുയിന്ത്. മാത്രല്ല നിങ്ങളടുത്ത് കാലണിയില്ലല്ലോ. കാസിമേ അനക്ക് ഓർമ്മണ്ടോന്നറിയില്ല. എനിക്ക് 17 വയസ്സാവുമ്പോ ഇന്ന് ഇജ് പാർക്കണ എന്റെ തറവാട്ട് പോലെ അടക്കം ഈ പൊന്നാങ്കര പ്രദേശത്തിന്റെ 3/4 ഭാഗവും എന്റെ ബാപ്പാന്റെ അടുത്തായിരുന്നു. അന്ന് ബാപ്പ മരിച്ച് അന്നെ പോറ്റാൻ കായില്ലായിട്ട് അന്റെ ഉമ്മ എന്റെ പൊരയിൽ വന്ന് നെല്ലുത്തിണ്ടോ. അന്ന് ചൊറിയും ചിറങ്ങും പിടിച്ചിരുന്ന അന്നെ ചികിത്സിക്കാൻ വേണ്ടിയിട്ട് ഈ നാട്ടുകാര് പിരിവിട്ടിട്ടുണ്ട്. ആ നാട്ടുകാരെ ഇപ്പൊ പരിഹസിക്കണേ. ഭയങ്കരയും പറഞ്ഞ് നിങ്ങൾ ഈ നാട്ടുകാരുടെ മുമ്പിൽ എന്നെ അപമാനിക്കാൻ നോക്ക. ഞാൻ അങ്ങനെ എന്നെ അപമാനിക്കാൻ വേണ്ടി പറഞ്ഞൊന്നുമല്ല. കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി തന്നേ. ഇജിപ്പം നടത്തുന്ന ഈ കല്യാണമല്ലോ അതിന്റെ ആർഭാട ആഘോഷമൊക്കെ ഒന്ന് കുറച്ച്. ഈ പൊന്നാങ്കര പ്രദേശത്ത് പുര അറിഞ്ഞിരിക്കുന്ന ഒരുപാട് പെൺകുട്ടികളുണ്ട്. ആയിട്ടുള്ള കല്യാണം നടത്താൻ നോക്ക്. എന്നാ പഠിച്ചോണ്ടിടത്തുള്ള കൂലിങ്കിലും കിട്ടും. നിങ്ങൾ പറഞ്ഞു തന്നപ്പോ കാര്യം മനസ്സിലായി. പോര നിറഞ്ഞു വെക്കുന്ന പെൺകുട്ടികളുടെ കൂട്ടത്തില് നിങ്ങളെ മകളുണ്ടല്ലോ. ഒരു കാര്യം ചെയ്യാം, ഓൾ നിങ്ങളെ കൂരപ്പുര പൊളിച്ച് പുറത്ത് ചാടുന്നതിന് മുമ്പ് ഞാൻ ഓളെ കെട്ടിക്കോളാം. എന്താ കാസിമാറ്റി കാണിക്കണേ? കാര്യത്തിൽ ഇടപെടണ്ട. എന്റെ പണി നോക്കിയാൽ മതി. പണിക്കത്തെ പണി ഞാൻ കാണിച്ചു തരാം. പണമുള്ള നേരത്ത് ബന്ധങ്ങൾ വളരുന്നു, പണമില്ല സമയത്ത് ബന്ധങ്ങൾ അകലുന്നു. പണമുള്ള നേരത്ത് ബന്ധങ്ങൾ വളരുന്നു, പണമില്ല സമയത്ത് ബന്ധങ്ങൾ അകലുന്നു. പണമാണ് ഉലകിൽ പേരും പെരുമയും, പണമില്ലാത്തൊരുവൻ പിണമാണ് മണ്ണിൽ. പണമാണ് ഉലകിൽ പേരും പെരുമയും, പണമില്ലാത്തൊരുവൻ പിണമാണ് മണ്ണിൽ. നാളെ മഹ്ശറമുറ്റത്ത് ഈ സമ്പത്തൊന്നും തുണയാവില്ല ആ നേരത്ത്. കുങ്കുമപ്പൂ ഹലോ നമ്മളെ കാത്തോളിയോ. ഓട്ടം കണ്ടില്ലേ? ഓമ്പൊന്നും തടുള്ളൂ. നമ്മളത്ര ബുദ്ധില്ല. നമ്മളൊരു സംഭവ. അല്ല ആരാത്? ആ എന്താ സലീന, വന്നിട്ട് കുറെ നേരമായോ? കുറച്ചു നേരമായി. എന്താ ഹാഷിമോന്റെ പനി കുറഞ്ഞില്ലേ? കുറവുണ്ട്. കൂടാതെ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവാറുള്ള ആ തലവേദന ഇപ്പൊ കൂടിയിട്ടുണ്ട്. ഓഹോ. വാ പരിശോധിക്കാം. വാ. അല്ല മാഷ, ബിരുന്നാരൊക്കെ ഇപ്പൊ കുറവാണല്ലേ? കഴിഞ്ഞ ആഴ്ച ഇതിലാണ് കണ്ടിട്ടല്ലോ. ഓ അതൊന്നുമല്ലെന്നേ,
വെക്കേഷൻ ആയിരുന്നല്ലോ, ഇത്തവണ എല്ലാവരും കൂടി അങ്ങോട്ട് പോയി. എങ്ങട്ടാ ടീച്ചർ ഒടിക്കറ്റിയാ? ആ, അവക്കടെ വീട്ടിലും മറ്റു ബന്ധു വീടുകളിലും ഒക്കെ ഒന്ന് കറങ്ങി. അതുകൊണ്ട് ഇപ്പൊ എത്തായി ഇച്ചൊരു 10-25 കിലോ കോഴി ചെലവാണ് ഇല്ലാതെയായി. എപ്പോഴും 20-25 കൊണ്ടുപോകാൻ പറ്റുമോ? നാട്ടിൽ നിന്ന് കുറച്ച് പേര് വന്നിട്ടുണ്ട്. ഇപ്പൊ ഒരു 5-6 കിലോ മതി. 10 മാസങ്ങൾ കായില്ലാത്ത അടക്കിക്കണ എന്താ അവിടെ കോഴിക്കട മണക്കണേ? കോഴിപ്പീടി പിന്നെ കോഴിക്കാട്ടല്ലാതെ ആട്ടുംകാട്ടം മണക്കോ പോത്തെ? അതും ശരിയാണ്. നിങ്ങളൊരു സൽക്കാരപ്രിയനാണില്ലേ? ഈ വിരുന്നാരി എവിടെ വന്നാലും കോഴിക്കൾക്കൊരു കിടക്കപ്പുറത്തില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാണ്. വിരുന്നാരി ഇന്നലെ കോഴി, പക്ഷെ ഈ കോഴിക്കൾ ഇന്നതോ ഈ ചളിയിലും കുന്തിലും കിടക്കണം. എന്തിനധികം പറയണ് മനുഷ്യന്റെ. നിർത്തടോ കാതറെ, ഒരു 2 കിലോ കോഴി മതി. ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വരാം. കൊമോ ഇജവിടെ കേട്ടോ? ആ, നമ്മളിവിടെ ഉണ്ട്. എന്തിനാ കാര്യപ്പോ ദത്തകാതരാജ് തരണേ? അല്ല, ഞമ്മളെ കോമല്ല പായണത്. എങ്ങട്ടാ ഒരു ബാണം വിട്ടമാതിരി? ചങ്ങായികളെ നോക്കിന്നോളി, എവിടെ കത്തി പിടിച്ചിക്കണോലോ. സുബ്ഹാനല്ലാ, ഖാദറിന് അളകിയതാ തോന്നണേ. കാട്ടിത്തരാം, എല്ലാവർക്കും കാട്ടിത്തരാം. ഇന്നത്തോടുകൂടി കോമ ഈ ഭൂമിയിൽ ഉണ്ടാവില്ല. നിങ്ങളൊക്കെ അനുഭവിക്കടാ. ഹലോ.